അപ്പോൾ നമുക്കൊരു വിഷു ഡ്രസ്സ് അടിച്ചാലോ? പെരുന്നാളിൻ്റെ വിഷുവിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ ടൈം കിട്ടാറില്ല. അതേപോലെ തന്നെയാണ് വീഡിയോ എടുക്കാനും. ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോകും. കാരണം ഞങ്ങൾ ചിലപ്പോൾ ഓവർ ടൈമൊക്കെ ഇരുന്നിട്ടാവും ഇത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അടിച്ചതിന് കുറച്ചൊക്കെ ഭാഗം വീഡിയോ എടുത്തേന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് ഓർഡർ കിട്ടിയതാണ്. ഓർഡർ വന്നപ്പോൾ കസ്റ്റമർ ഇങ്ങനെ 2-3 ഫോട്ടോ കാണിച്ചിട്ട് അതിൽ പറ്റിയൊരു മോഡലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ ചെയ്യാനാട്ടോ പറഞ്ഞത്. പക്ഷേ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കസ്റ്റമർ പറഞ്ഞതൊക്കെ കൺസിഡർ ആക്കിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു 3 മോഡലൊക്കെ മിക്സ് ആക്കിയിട്ട് ഒരു മോഡലായിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തത്. അതിലാദ്യം ഇതിൻ്റെ ഒരു കസവ് വലുപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കസവ് മേലെയും താഴെയായിട്ട് നിന്നത്. അത് ഞാൻ ഒരുമിച്ച് വെച്ച് ഒറ്റ കസവാക്കി മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ ഞൊറിവിടണമായിരുന്നു. ഇതിൽ ഞൊറിവിടുമ്പോൾ ലൈനിങ് വെക്കേണ്ടതുകൊണ്ട് അധികം തടി തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് അമ്മ ചെയ്യാൻ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടെക്നിക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് തന്നെ ഇതിലേക്ക് ഞൊറിയിടിപ്പിച്ചു. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഞൊറി ഇടുമ്പോൾ ലൈനിങ്ങും കൂട്ടി ഞൊറിയിടുക, രണ്ടാമത്തെ ഞൊറി ഇടുമ്പോൾ ലൈനിങ് കൂട്ടാതെ ജസ്റ്റ് ലൈനിങ്ങിൻ്റെ മേലെ കൂടെ ഞൊറിയിട്ട് കൊടുക്കുക, പിന്നെ ലൈനിങ് കൂട്ടി ഞൊറിയിടുക. അങ്ങനെ ആകുമ്പോൾ വല്ലാതൊരു അതായത് ലൈനിങ് വെച്ചൊന്നും തോന്നില്ല, എന്നാൽ അത്യാവശ്യം വൃത്തിയായിട്ട് നിൽക്കും ചെയ്യുമെന്ന് പറഞ്ഞത്. സംഭവം സത്യം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ ഒരു ഞൊറിവ് അധികം പൊന്തി നിൽക്കണ പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനിത് അകത്തൊരു സ്കേർട്ട് രൂപത്തിലും പുറത്ത് കോട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളിൽ വെക്കണ ഈ ഞൊറിവിൻ്റെ മേലെ വെക്കണ ഭാഗം ഞാൻ അടിച്ചു. പിന്നെ അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഉള്ള ഒരു റിസൾട്ട് ആയിരുന്നു കേട്ടത്. പിന്നെ ഇതിൽ ഈ ഒരു സ്കേർട്ടിൻ്റെ നെക്ക് നമ്മൾ കോട്ടിടുമ്പോൾ പുറത്ത് കാണും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്റ്റോൺ വർക്ക്, ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുത്തേന്നു. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ അല്ല കേട്ടോ, ഇത് ഓർഗൻസയിൽ പെട്ട ഒരു മെറ്റീരിയലാണ്. പിന്നെ ഞാൻ ഇതിലൊരു കോട്ട് അടിച്ചു. കോട്ട് ഞാൻ രാത്രിക്ക് ഇരുന്ന് അടിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തേന്നില്ല. അപ്പോൾ ഈ ഒരു കോട്ടിന് വർക്ക് ഞാൻ എന്താ കൊടുത്തതെന്ന് വെച്ചാൽ, ഗ്ലാസ് വർക്കിൽ വരുന്ന ലേസും അതേപോലെ തന്നെ ഈ ഒരു ലേസിൻ്റെ ഭാഗങ്ങൾ തന്നെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെച്ചിട്ട് ബാക്കിലുണ്ടായിരുന്ന ഒരു ലേസ് ഇട്ടോ. പിന്നെ അതേപോലെ ഒരു ചെറിയ കുഞ്ചലം വള്ളിയിൽ തൂക്കിയിട്ടുണ്ട്. ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു കോട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഈ ഒരു വിഷു ഡ്രസ്സിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഒരു ഔട്ട്കം ആയിരുന്നു ഇത്. ഇതെനിക്ക് നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ധൃതിയിൽ അടിച്ചിട്ട് ഇത് അടിച്ച ഉടനെ തന്നെ ഞാൻ അത് കൊണ്ട് പാക്ക് ചെയ്തിട്ട് സംഭവം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.